الحمد لله المتفضل على عباده بأصناف النعم وأنواع الإحسان، وأشهد أن لا إله إلا الله وحده لا شريك له الملك الديان، وأشهد أن محمدا عبده ورسوله المبعوث بالهدى والرحمة والصلاح القلوب والأبدان، صلى الله عليه وعلى آله وصحابه والتابعين لهم بإحسان وسلم تسليما كثيرا. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أيها المسلمون، أوصيكم ونفسي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم മുസ്ലിമൂൻ. സ്നേഹാദരണ്യരായ സത്യവിശ്വാസികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നാം ഓരോരുത്തരും ദുന്യവിയായ ജീവിതത്തിൽ പല വിധത്തിലുള്ള കടമകളും കടപ്പാടുകളും നിർവഹിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. താരാട്ടുപാട്ട് പാടി എല്ലാ വിഷമങ്ങളും ഉള്ളിലൊതുക്കി നമ്മെ ഉറക്കിയ, ഭക്ഷണം കഴിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട മാതാവിനോട് എല്ലാവിധ ശാരീരികമായ, മാനസികമായ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും ഉള്ളിലൊതുക്കി വെയിലും മഴയും പ്രയാസങ്ങളും ഒന്നും വകവെക്കാതെ എല്ലാ നിലക്കും നമ്മെ വളർത്തി വലുതാക്കിയ നമ്മുടെ പിതാക്കളോട്, നമ്മുടെ കൂട്ടുകുടുംബങ്ങളോട്, അയൽവാസികളോട്, സഹോദരങ്ങളോട്, എല്ലാവരോടും നമുക്ക് ബാധ്യതയുണ്ട്. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായി ഒരു വിശ്വാസി അവൻ്റെ ബാധ്യതകൾ നിർവഹിക്കേണ്ടത് അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവൻ മാതൃകയായി സ്വീകരിക്കേണ്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. കാരണം ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ സ്വഭാവ ഗുണങ്ങളിൽ, അവൻ്റെ സത്യസന്ധതയിൽ, വിശ്വസ്തതയിൽ, എല്ലാ രംഗത്തും ആ പ്രവാചകന്റെ മാതൃകയാണ് ഓരോ മനുഷ്യരും സ്വീകരിക്കുകയും പിൻപറ്റുകയും ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഒരു വ്യക്തി ദുന്യവയായ ജീവിതത്തിൽ അങ്ങേയറ്റം എളിമയും വിനയവും ലാളിത്യവുമുള്ള ജീവിതത്തിന് ഉടമയാകണമെന്നാണ് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മാതൃകയായി പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാവിധ പരീക്ഷണങ്ങളും അക്രമങ്ങളും മറ്റു ഇതര പ്രയാസങ്ങളും എല്ലാം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അങ്ങേയറ്റത്തെ ക്ഷമയും സഹനവും ജീവിതത്തിൽ മുറുകെ പിടിക്കണമെന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം കൊണ്ടുള്ള മാതൃകകൾ, പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും ഇസ്ലാമിൽ കാണുവാൻ സാധിക്കും. തൻ്റെ കുടുംബപരമായ ജീവിതത്തിൽ എങ്ങനെയാണ് മാധുര്യം കണ്ടെത്തേണ്ടത്, അതിനുള്ള മര്യാദകളും നിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും എന്തൊക്കെയാണ് എന്ന് തൻ്റെ കുടുംബജീവിതം നയിക്കുന്നതിലൂടെ മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മാതൃകയായി കാണിക്കപ്പെടുകയാണ്. മാതാപിതാക്കളോട് നിർവഹിക്കേണ്ട കടമകളും ബാധ്യതകളും കടപ്പാടുകളും എന്താണ് എന്നും അത് എങ്ങനെയാണ് നിർവഹിക്കപ്പെടേണ്ടത് എന്നതിനെക്കുറിച്ചും മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജീവിതം കൊണ്ട് മാനവരാശിയെ ബോധ്യപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ തൻ്റെ സന്താനങ്ങളോട് പാലിക്കേണ്ട മര്യാദയും അവരോടുള്ള വാത്സല്യവും സ്നേഹവും എങ്ങനെ ആയിരിക്കണമെന്നും ആ സന്താനങ്ങളുടെ ജീവിതത്തിൽ, പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന തെറ്റുകുറ്റങ്ങൾ എങ്ങനെയാണ് പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടത് എന്നതിനെക്കുറിച്ചുമുള്ള ഏറ്റവും ഉദാത്തമായ മാതൃകയാണ്
അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെ ഒരു വിശ്വാസിക്ക് പിൻപറ്റുവാൻ സാധിക്കുന്നത്. ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട അയൽക്കാരോടുള്ള, രോഗികളോടുള്ള, പാവപ്പെട്ടവരോടുള്ള, അനാഥരോടുള്ള, പ്രായമായ ആളുകളോടുള്ള, തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളോടുള്ള, അതുപോലെ തന്നെ തൊഴിലാളി മുതലാളിയോട് നിർവഹിക്കപ്പെടേണ്ട, അതുപോലെ തന്നെ തനിക്ക് ചുറ്റും ജീവിച്ചുകൊണ്ടിരിക്കുന്ന പക്ഷി മൃഗാദികളോട്, സസ്യജാലങ്ങളോട്, അവൻ അധിവസിക്കുന്ന അവന്റെ പ്രകൃതിയോട് എന്തൊക്കെ രൂപത്തിലുള്ള കരുതലും സഹാനുഭൂതിയും കാരുണ്യവുമാണ് പ്രകടിപ്പിക്കേണ്ടത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജീവിതത്തിലെ നന്മകളിലൂടെ ആ ഒരു മാതൃക നമുക്ക് പകർന്നു തരികയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ എന്ന നിലക്ക് നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളിൽ സമത്വവും സാഹോദര്യവും കാത്തു സൂക്ഷിക്കണമെന്നാണ് ആ പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അത് വംശത്തിൻ്റെയോ ഗോത്രത്തിൻ്റെയോ ജാതിയുടെയോ തറവാടിത്തത്തിൻ്റെയോ നിറത്തിൻ്റെയോ പണത്തിൻ്റെയോ പേരിൽ നിങ്ങൾ ഒരു മനുഷ്യനെയും വേർതിരിച്ച് കാണിക്കരുത്, പക്ഷപാതിത്വം കാണിക്കരുത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ടവരെ നമുക്ക് മാതൃകയായി പഠിപ്പിക്കുകയാണ്. ഇനി തൊഴിൽ മേഖല എടുത്തു പരിശോധിച്ചാൽ സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കണമെന്ന് പ്രവാചകൻ പ്രോത്സാഹനം നൽകി. ഒരു തൊഴിലാളി മുതലാളിയോട് സ്വീകരിക്കേണ്ട മര്യാദകളും മറ്റു നിബന്ധനകളും എന്താണ് എന്ന് പഠിപ്പിക്കപ്പെട്ടു. അതുപോലെ തന്നെ ഒരു മുതലാളി തൊഴിലാളിയോട് സ്വീകരിക്കേണ്ട അനുകമ്പയും സഹാനുഭൂതിയും കാരുണ്യവും കടപ്പാടും എന്താണ് എന്ന് ആ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിലെ മാതൃകകളിലൂടെ പഠിപ്പിച്ചു. അതുപോലെ തന്നെ കച്ചവട രംഗത്തേക്ക് വന്നാൽ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാൻ പാടില്ല എന്ന് വിരോധിക്കുന്നതിനോടൊപ്പം തന്നെ ആ കച്ചവടത്തിൽ സത്യസന്ധത പുലർത്തണമെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃകയായി പ്രിയപ്പെട്ടവരെ നമുക്ക് പഠിപ്പിക്കുകയാണ്. സാമ്പത്തിക രംഗം എടുത്ത് പരിശോധിക്കുമ്പോൾ ചൂഷണത്തിൽ അധിഷ്ഠിതമായ പലിശ ഇടപാടുകൾ പൂർണ്ണമായി പരിശുദ്ധ ഖുർആനിന്റെ താക്കീതോടുകൂടി നിരോധിക്കുകയും സകാത്ത് നിർബന്ധമാക്കുക വഴി ജനങ്ങളുടെ അവകാശവും ജനങ്ങളുടെ അഭിമാനവും സംരക്ഷിക്കണമെന്നുകൂടി മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിയ രംഗം നമുക്ക് കാണുവാൻ സാധിക്കും. ഭരണരംഗത്തും അതുപോലെ തന്നെ നേതൃത്വം ഏറ്റെടുക്കുമ്പോഴും അതുപോലെ തന്നെ ആ കാര്യത്തിൽ നീതി നിർവഹിക്കുമ്പോഴും ഒക്കെ ആ പ്രവാചകന്റെ മാതൃക നിങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളണമെന്ന് പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. യുദ്ധ തടവുകാരോടും ശത്രുക്കളോട് പോലും ഏറ്റവും ഉദാത്തമായ അനുകമ്പയിൽ കുതിർന്നിട്ടുള്ള മാതൃകയാണ് ആ പ്രവാചകന്റെ ജീവിതത്തിൽ നിന്നും എനിക്കും നിങ്ങൾക്കും സ്വീകരിക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ മദീന ചാർട്ടർ, മദീന ഭരണഘടന വഴി മറ്റു മതസ്ഥർക്ക് അവരുടെ വിശ്വാസ ആചാര അനുഷ്ഠാന ആരാധന സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃകയായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിത്യജീവിതത്തിൽ നാം സ്വീകരിച്ചിട്ടുള്ള യാത്രാ മര്യാദകൾ, ഭക്ഷണ മര്യാദകൾ, കിടപ്പറയിലെ മര്യാദകൾ, വിസർജ്യ മര്യാദകൾ, കുളിയുമായി ബന്ധപ്പെട്ട മര്യാദകൾ, പള്ളിയുമായി ബന്ധപ്പെട്ട മര്യാദകൾ, വസ്ത്രധാരണ മര്യാദകൾ, ഉറക്ക ഉണർവ് മര്യാദകൾ, കളിതമാശകൾ സ്വീകരിക്കുമ്പോഴുള്ള മര്യാദകൾ, അങ്ങനെ എല്ലാ മേഖലകളിലും ആ പ്രവാചകന്റെ ഏറ്റവും ഉദാത്തമായ മാതൃകയാണ് പരിശുദ്ധ ഇസ്ലാം മാനവരാശിയുടെ മുമ്പിൽ സ്വീകരിക്കാൻ ആവശ്യപ്പെടുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ എന്ന നിലക്ക് ആ പ്രവാചകന്റെ ജീവിത ചര്യയെ, മാതൃകകളെ നമ്മുടെ ജീവിതത്തിനോട് കൂട്ടിവെക്കാൻ വിശ്വാസികളെ നമുക്ക് ബാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ലോകത്തുള്ള എല്ലാവർക്കും കാരുണ്യമായിട്ടല്ലാതെ, അനുകമ്പയായിട്ടല്ലാതെ, സഹാനുഭൂതിയായിട്ടല്ലാതെ, നന്മയായി കൊണ്ടല്ലാതെ ആ പ്രവാചകനെ നാം നിങ്ങളിലേക്ക് നിയോഗിച്ചിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ലൈസ മിൻ ഷൈഇൻ യുഖർരിബുകും ഇലൽ ജന്ന, ജനങ്ങളെ, നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന എന്തൊരു കാര്യമുണ്ടോ
അതെല്ലാം ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. വയുബാഇദുക്കും അനിന്നാർ, അതുപോലെ തന്നെ കഠിനമായ നരകത്തിൽ നിന്നും നിങ്ങളെ അകറ്റി നിർത്താൻ കഴിയുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ടവരെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് കാണിക്കുന്ന ആ സ്നേഹത്തെ ഉണർത്തിക്കൊണ്ട് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് ലഖദ് ജാഅക്കും റസൂൽ മിൻ അൻഫുസിക്കും, നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ നിങ്ങളിലേക്ക് നാം ഇതാ നിയോഗിച്ചിരിക്കുന്നു. ആ പ്രവാചകന്റെ പ്രത്യേകത എന്താ? അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങൾ കഷ്ടപ്പെടുന്നത് സഹിക്കാൻ കഴിയാത്തവനാണ്, നിങ്ങൾ നന്നാകണം, നന്മകൾ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനാണ്. അതുപോലെ തന്നെ സത്യവിശ്വാസികളോട് അങ്ങേറ്റം ദയയും കാരുണ്യവും പ്രകടിപ്പിക്കുന്നവനാണ് ആ പ്രവാചകനെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകന്റെ സ്നേഹം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് വഅതിയുർ റസൂല, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനെ പിൻപറ്റുകയാണെങ്കിൽ, ഇത്തിബാ ചെയ്യുകയാണെങ്കിൽ ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങളുടെ മേൽ റഹ്മാനായ റബ്ബിന്റെ കാരുണ്യം ലഭിക്കാൻ കാരണമാകുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. ആ പ്രവാചകനെ കൂട്ടുകാരനായി ലഭിക്കണമെന്ന് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത് വമയ്യുതഇല്ലാഹ വറസൂല, അങ്ങനെ ആരാണോ അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും അനുസരിക്കുന്നത് ഫൗലായിക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അവർ എവിടെയായിരിക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം നൽകിയിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിലായിരിക്കും അല്ലാഹുവിനെയും പ്രവാചകരെയും അനുസരിക്കുന്ന ആളുകളുടെ സ്ഥാനമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ആ അല്ലാഹു അനുഗ്രഹിച്ച ആളുകൾ ആരാണ് പ്രിയപ്പെട്ടവരെ? മിനൻ നബിയ്യീന, അത് ഒന്നാമത്തെ വിഭാഗം പ്രവാചകന്മാരാണ്. 2 വസ്സുദ്ദീഖീന, സത്യസന്ധരായ ആളുകളാണ്. വശുഹദാ, അതുപോലെ തന്നെ ശുഹദാക്കളായ ആളുകളാണ്. വസ്വാലിഹീൻ, അതുപോലെ തന്നെ സച്ചരിതരായ ആളുകളാണ്. ഈ ആളുകളെ നമുക്ക് കൂട്ടുകാരായി ലഭിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് വഹസ്ന ഉലൈക റഫീഖാ, ഈ കൂട്ടുകാർ എത്ര നല്ല കൂട്ടുകാരാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. എങ്കിൽ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും അനുസരിക്കാൻ, ആ പ്രവാചകന്റെ ചര്യകളെ പഠിപ്പിക്കപ്പെട്ടതുപോലെ ഇത്തിബാ ചെയ്യാൻ, ജീവിതത്തിൽ മാതൃകയായി സ്വീകരിക്കപ്പെടാൻ വിശ്വാസികളായ നമ്മൾ പരിശ്രമിക്കണം. അങ്ങനെ പരിശ്രമിച്ചാൽ ആ പ്രവാചകന്റെ ഇഷ്ടവും ആ പ്രവാചകന്റെ കൂട്ടുകാരനായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുമെന്ന് റഹ്മാനായ റബ്ബ് പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ആ പ്രവാചകന്റെ ഇത്തിബാഇനെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നമ്മൾ വിശ്വാസികൾ പിൻപറ്റുകയാണെങ്കിൽ അവരുടെ പ്രത്യേകതയായി, അവരുടെ മഹത്വമായി റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത് വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസ്വാർ, മുഹാജിറുകളിൽ നിന്നും അൻസ്വാറുകളിൽ നിന്നും ആദ്യം മുന്നോട്ട് വന്ന ആളുകൾ, വല്ലദീന തബഊഹും ബിഇഹ്സാൻ, അതുപോലെ തന്നെ ആ മുഹാജിറുകളെയും അൻസ്വാറുകളെയും പിൻപറ്റിക്കൊണ്ട് നന്മകൾ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ ആരാണോ റളിയല്ലാഹു അൻഹും വറളൂ അൻ, അല്ലാഹു അവരെ പറ്റിയും അവർ അല്ലാഹുവിനെ പറ്റിയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അല്ലാഹു തൃപ്തിപ്പെട്ട ആളുകൾക്ക് ലഭിക്കുന്ന സൗഭാഗ്യം എന്താ? വഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദ, കാടുഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നിറകുടമായിട്ടുള്ള സ്വർഗീയമായ ഭവനം അവർക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിരിക്കുന്നു. അവിടെ അവർ നിത്യവാസികളായിരിക്കുകയും ചെയ്യും. ദാലിക്കൽ ഫൗസുൽ അലീം. അതുകൊണ്ട് തന്നെ ആ പ്രവാചകന്റെ ചര്യയെ വിഷമവും കൂടാതെ പിൻപറ്റാനായിരിക്കണം വിശ്വാസികളായി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന, എന്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാവരും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും, ഇല്ലാ മൻ അബാ, എന്റെ ചര്യയിൽ നിന്നും വിസമ്മതിച്ചവരൊഴികെ.
അതിൽ നിന്ന് പിന്മാറ്റപ്പെടുകയും ചെയ്യും. സ്വഹാബികൾ പ്രവാചകനോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ആരാണ് ഈ വിസമ്മതിച്ചവൻ എന്ന് പറയുന്നത്? റസൂലുള്ളാഹി പറയാണ്, മൻ അത്വാഅനി ദഖലൽ ജന്ന. ആരാണോ എന്നെ അനുസരിക്കുന്നത്, എന്റെ ചര്യ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നത്, അവനാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നവൻ. വമൻ അസ്വാനി ഫഖദ് അബാ. എന്റെ ചര്യയിൽ നിന്നും ആരാണോ അകന്നു പോകുന്നത്, എന്റെ ചര്യകളെ മാറ്റി നിർത്തുന്നവൻ ആരാണോ, അവനാണ് വിസമ്മതിച്ചവനെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ടവരെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ആവശ്യപ്പെട്ട കാര്യങ്ങൾ മാറ്റി നിർത്താൻ നമ്മൾ പരിശ്രമിക്കുന്നില്ല എങ്കിൽ റഹ്മാനായ റബ്ബിന്റെ താക്കീത് നോക്കൂ നിങ്ങൾ. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് എന്തൊന്നാണോ കൊണ്ടുവന്ന് നൽകിയത്, ചര്യയാക്കിയത്, അത് നിങ്ങൾ സ്വീകരിക്കുകയും വമാ നഹാകും അൻഹു ഫന്തഹു. അള്ളാഹുവിന്റെ പ്രവാചകൻ എന്തൊന്ന് നിങ്ങളിൽ നിന്ന് വിലക്കിയിട്ടുണ്ടോ, ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ, അത് നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക. വത്തഖുല്ലാഹ്. നിങ്ങൾ റഹ്മാനായ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുകയും ചെയ്യുക. അങ്ങനെ നിങ്ങൾ ജീവിച്ചിട്ടില്ല എങ്കിൽ ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്. തീർച്ചയായും റഹ്മാനായ റബ്ബ് അതികഠിനമായ ശിക്ഷാമുറകൾ സ്വീകരിക്കുന്നവനാണ് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, അതുകൊണ്ട് തന്നെ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വ്യവഹാരങ്ങളിലും എല്ലാ മേഖലകളിലും ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റാൻ, സ്വീകരിക്കാൻ വിശ്വാസികളെ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. ഈ ദുനിയാവിന്റെ ആലങ്കാരികതയിൽ മതിമറന്നുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ജീവിതത്തിന് തടസ്സം അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിത മാതൃകയും പ്രവർത്തനങ്ങളുമാണ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് റഹ്മാനായ റബ്ബ് നൽകുന്ന താക്കീത് പരിശുദ്ധ ഖുർആൻ ഇപ്രകാരം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. വമയ്യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീന. അള്ളാഹുവിന്റെ പ്രവാചകനും പരിശുദ്ധ ഖുർആനും പഠിപ്പിച്ചു തന്നിട്ടുള്ള സന്മാർഗം തന്റെ മേൽ വ്യക്തമാക്കപ്പെട്ട ശേഷവും ആരെങ്കിലും അള്ളാഹുവിന്റെ പ്രവാചകനുമായി എതിർത്തു നിൽക്കുകയും സത്യവിശ്വാസികളുടേതല്ലാത്ത മാർഗം പിന്തുടരുകയും ചെയ്യുന്ന പക്ഷം നുവല്ലിഹി മാ തവല്ല. അവൻ ഏതൊരു വഴിക്കാണോ തിരിഞ്ഞത് അതേ വഴിക്ക് അള്ളാഹു അവനെ തിരിച്ചുവിടും. വനുസ്ലിഹി ജഹന്നം. ആ വഴിയുടെ അവസാനം നരകത്തിലേക്കുള്ള വഴിയായിരിക്കുകയും ചെയ്യും. എന്നിട്ട് റബ്ബ് പഠിപ്പിക്കുന്നത് വസാഅത്ത് മസീറ. ആ വഴിയുടെ അവസാനത്തിൽ എത്തിച്ചേർന്ന ആ നരകമാകുന്ന സങ്കേതം എത്ര മോശമാണ്, എത്ര മോശമായ പര്യവസാനമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ട വിശ്വാസികളെ പരിശുദ്ധ ഖുർആനിലൂടെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകന്റെ സുന്നത്തിനെ തിരസ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വിശ്വാസിയായി നമ്മൾ മാറാൻ പാടില്ല. അങ്ങനെ മാറിയാൽ വമൻ യഅസി അല്ലാഹ വ റസൂലഹു ഫഖദ് ضل ضلالا മുബീനാ. ആരെങ്കിലും അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ പ്രവാചകനെയും ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്ന പക്ഷം അവൻ ഏറ്റവും വ്യക്തമായ ളലാലത്തിന്റെ വഴികേടിന്റെ മാർഗത്തിലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ആ ചര്യകളെ യഥാവിധി സ്വീകരിച്ചുകൊണ്ട് ഉൾക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ വിശ്വാസികളായി നമുക്ക് സാധിക്കണം. പരിശുദ്ധ ഖുർആനും മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരു വിഷയത്തിൽ ഒരു തീരുമാനം അറിയിച്ചു കഴിഞ്ഞാൽ വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വ റസൂലുഹു അംറൻ അയ്യകൂന ലഹുമുൽ ഖീറത്ത് മിൻ അംരിഹിം. അള്ളാഹുവും അള്ളാഹുവിന്റെ പ്രവാചകനും ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ സത്യവിശ്വാസിയായ ഒരു സ്ത്രീയോ ഒരു പുരുഷനോ ആകട്ടെ തങ്ങളുടെ കാര്യത്തിൽ സ്വതന്ത്രമായ അഭിപ്രായം പ്രകടിപ്പിക്കാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകന്റെ യഥാർത്ഥ ചര്യ എങ്ങനെയാണോ പരിശുദ്ധ ഇസ്ലാമിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ആ ചര്യയെ അതുപോലെ അനുധാവനം ചെയ്യാനാണ് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. അതല്ലാതെ ഞങ്ങളുടെ സന്തോഷത്തിനും ഞങ്ങളുടെ ആഘോഷങ്ങൾക്കും ആ പ്രവാചകന്റെ ചര്യ പലപ്പോഴും തടസ്സമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ആ പ്രവാചകന്റെ ചര്യയിൽ ഉള്ളതാണെന്ന് കള്ളവാദങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് നുണകൾ പ്രചരിപ്പിക്കുന്ന ബിദ്അത്തിന്റെ ആളുകളെ കുറിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്നല്ലാഹ ഹജബ തൗബത
അൻ കുല്ലി സ്വാഹിബി ബിദ്അത്തിൻ ഹത്താ യദഅ ബിദ്അതഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ബിദ്അത്തുകാരന്റെ തൗബയെയും അവൻ തന്റെ ബിദ്അത്ത് ഉപേക്ഷിക്കുന്നത് വരെ തടഞ്ഞു നിർത്തിയിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ പെടാത്ത ചെറുതോ വലുതോ ആയ എന്തെങ്കിലും ഒരു കാര്യം മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും നന്മയാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ, പുണ്യമാണെന്ന് പഠിപ്പിച്ചതിന്റെ പേരിൽ ആരെങ്കിലും ജീവിതത്തിൽ സ്വീകരിക്കുകയാണെങ്കിൽ അവന്റെ തൗബ അള്ളാഹു തടഞ്ഞു വെക്കും, അവന്റെ പ്രാർത്ഥന അള്ളാഹു തടഞ്ഞു വെക്കും. അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാമിലൂടെ പഠിപ്പിക്കപ്പെടുന്നത് ലാ യഖ്ബലുല്ലാഹു ലിസ്വാഹിബി ബിദ്അത്തിൻ സൗമൻ വലാ സ്വലാത്തൻ വലാ സദഖത്തൻ വലാ ഹജ്ജ വലാ ഉംറത്തൻ വലാ ജിഹാദൻ. ബിദ്അത്ത് ചെയ്യുന്നവന്റെ നോമ്പോ, അവന്റെ നിസ്കാരമോ, അവന്റെ സ്വതക്കയോ, അവന്റെ ഹജ്ജോ, അവന്റെ ഉംറയോ, അവന്റെ ജിഹാദോ, അവന്റെ നിർബന്ധമാക്കപ്പെട്ട മറ്റു കർമ്മങ്ങളോ, സുന്നത്താക്കപ്പെട്ട കർമ്മങ്ങളോ ഒന്നും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന് സ്വീകരിക്കുകയില്ല എന്നാണ് പരിശുദ്ധ ഇസ്ലാം. പ്രിയപ്പെട്ടവരെ, എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്ന എത്ര കൃത്യമാണ്. ബിദ്അത്തായ ഒരു കാര്യത്തിന് അനുഭാവം പ്രകടിപ്പിച്ചാൽ, അതിന് സപ്പോർട്ട് ചെയ്താൽ, അത് സാമ്പത്തികമാകാം, ശാരീരികമാകാം, മനസ്സുകൊണ്ടുള്ള സപ്പോർട്ടാകാം, ഏത് രൂപത്തിലുള്ള സപ്പോർട്ടാണെങ്കിലും ശരി, അവന്റെ പിന്നീടുള്ള ഒരു കർമ്മവും റഹ്മാനായ റബ്ബ് അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല, അതിൽ നിന്ന് മടങ്ങുന്നത് വരെ എന്ന് പരിശുദ്ധ ഇസ്ലാം. പ്രിയപ്പെട്ടവരെ, എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിയ രംഗം നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ട വിശ്വാസികളെ, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മഹത്തായ നമ്മുടെ ഇന്ത്യ രാജ്യം 80ാമത്തെ സ്വാതന്ത്ര്യ ദിനം നാളെ ഓഗസ്റ്റ് 15 നമുക്കൊക്കെ അടിമത്തത്തിൽ നിന്നും ബ്രിട്ടീഷുകാരുടെ കൊടിയ പീഡനങ്ങളിൽ നിന്നും മോചനം ലഭിച്ചിട്ട് 79 വർഷം കഴിഞ്ഞിരിക്കുന്നു. 80ാമത്തെ സന്തോഷത്തിലേക്ക് നമ്മളൊക്കെ എത്തിപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ ജീവിക്കുന്ന ആളുകൾ എന്ന നിലക്ക് നമുക്ക് ആ സ്വാതന്ത്ര്യത്തിന്റെ ഉത്തുംഗത എന്താണ്, അതിന്റെ പ്രാധാന്യവും മഹത്വവും എന്താണ് എന്ന് ചിലപ്പോ മനസ്സിലാക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. അതുകൊണ്ടാണ് മഹാനായ ഷേഖ് സ്വാലിഹ് ദിമഷ്കി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ മകനോട് പറയാണ്, പ്രിയപ്പെട്ടവരെ, യാ ബുനയ്യ ഇദാ മർറ ബിക യൗമുൻ വലൈലത്തുൻ ഖദ് സലിമ ഫീഹിമ ദീനുക വജിസ്മുക വമാലുക വഇയാലുക ഫഅക്സിറു ശുക്ര ലില്ലാഹി തആല. മോനെ, നിന്റെ ദീനും നിന്റെ ശരീരവും നിന്റെ സ്വത്തും നിന്റെ കുടുംബവും സുരക്ഷിതരായിക്കൊണ്ട് ഒരു രാവും ഒരു പകലും ജീവിതത്തിലൂടെ മുന്നോട്ട് കടന്നു പോവുകയാണെങ്കിൽ നീ റഹ്മാനായ റബ്ബിനോട് അങ്ങേയറ്റം നന്ദി പ്രകടിപ്പിക്കണം കേട്ടോ. കാരണം നീ സുഖമായി ജീവിച്ചിരുന്ന അതേ രാവിലെയും രാത്രിയിലുമായി ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലുള്ള പല ആളുകൾക്കും അവരുടെ മതപരമായ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർക്ക് നൽകപ്പെട്ട അധികാരമോ അല്ലെങ്കിൽ അവരുടെ ഉടമസ്ഥതയിലുള്ള കാര്യങ്ങളോ, ഇപ്പൊ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തന്നെ പല ഭാഗങ്ങളിലും മുസ്ലിമായി എന്നതിന്റെ പേരിൽ ചെറിയ ചെറിയ കേസുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വീടുകൾ നശിപ്പിക്കുന്ന, കച്ചവട സ്ഥാപനങ്ങൾ തകർത്ത് കളയുന്ന, കച്ചവട സ്ഥാപനങ്ങൾ അടച്ചു മൂടപ്പെടുന്ന ഒരവസ്ഥ ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ അഭിമാനവും സ്വകാര്യതകളും മനുഷ്യരുടെ മുമ്പിൽ പിച്ചു ചീന്തപ്പെട്ടിട്ടുണ്ട്. അവരുടെ എല്ലാവിധ പ്രയാസങ്ങളും ദൂരീകരിക്കാം എന്ന് വന്ന ആളുകൾ അവരുടെ മേൽ കടുത്ത പരീക്ഷണങ്ങൾ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആളുകൾ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടിയത് നിർഭയത്വം. ആ കിട്ടിയതിൽ നിങ്ങൾ അല്ലാഹുവിന് ശുക്ർ ചെയ്യണം, നന്ദി പ്രകടിപ്പിക്കണം എന്നാണ് പരിശുദ്ധ ഇസ്ലാം പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. ആ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ആ നിർഭയത്വം ആസ്വദിക്കാം, നമുക്ക് അനുഭവിക്കാം. അതിന് കാരണക്കാരായ റബ്ബിനെ അങ്ങേയറ്റം സ്തുതിച്ചുകൊണ്ട് അള്ളാഹുവിന് തൃപ്തിപ്പെടുന്ന അമലുസ്വാലിഹാത്തുകൾ, ദിക്ർ, ദുആ, സ്വലാത്തുകൾ, സ്വദഖാത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കാൻ വിശ്വാസികളായി നമുക്ക് സാധിക്കണം. അതിൻ്റെ കൂടെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പിൻപറ്റേണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ എല്ലാ നിലക്കും നമ്മുടെ ജീവിതത്തിലും കർമ്മങ്ങളിലും ചിന്തകളിലും ലക്ഷ്യങ്ങളിലേക്കും കൊണ്ടുവന്നുകൊണ്ട് റഹ്മാനായ റബ്ബ് നമ്മെ തിരിച്ചു വിളിക്കുന്ന അവസാന നിമിഷം വരെ സുന്നത്തിൽ
ഏറ്റവും നല്ല രൂപത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കുന്ന പ്രവാചകനെ കൂട്ടുകാരനായി ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചിട്ടപ്പെടുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, നാടൊരുകൂട്ട നരകത്തിലേക്കും മറ്റൊരു കൂട്ട സ്വർഗത്തിലേക്കും ആനയിക്കപ്പെടുമ്പോൾ സ്വർഗാവകാശികളായ മുത്തഖീങ്ങളിൽ മുവഹിദീങ്ങളിൽ ഞങ്ങൾ ഏവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മുന്നേ ഈ ലോകത്ത് നിന്നും നീ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, വിശ്വാസികൾ, അവരുടെ എല്ലാവരുടെയും കബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. ആ കബറിടത്തിൽ നീ പ്രകാശം നിറക്കണേ റബ്ബേ. അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട വാത്സല്യ നിധികളായ ഞങ്ങളുടെ മാതാപിതാക്കൾ, അവർക്ക് നീ ആഫിയത്ത് പ്രദാനം ചെയ്യണേ റബ്ബേ. അവർക്ക് നീ കാരുണ്യം ചൊരിയണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അവരുടെ എല്ലാവിധ രോഗവും പരിപൂർണമായ രീതിയിൽ നീ ശിഫയാക്കി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ സാമ്പത്തികമായ ഞെരുക്കത്തിലകപ്പെട്ടുകൊണ്ട് കടബാധ്യതകളിൽ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. അവരുടെ എല്ലാവിധ സാമ്പത്തികമായ കടബാധ്യതകളും നീ ഒഴിവാക്കി കൊടുക്കണേ റബ്ബേ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك سميع قريب مجيب الدعوات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداء الدين وانصر عبادك الموحدين ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين ورحمتك يا أرحم الراحمين.